ദിവ്യ എസ് അയ്യർ IAS-നെ എന്തുകൊണ്ടാണ് വിഴിഞ്ഞത്തിന്റെ MD സ്ഥാനത്ത് നിന്ന് മേനോൻ വന്നുടനെ തെറിപ്പിച്ചത് എന്നതിന് ഉത്തരം പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടെ MD-യുടെ ചുമതലയിലിരുന്ന ദിവ്യ ആ പണി നല്ല വൃത്തിക്കും വെടുപ്പിനും ചെയ്തിരുന്നു എന്നതിന്റെ തെളിവുകളാണ് റിപ്പോർട്ടർ ചാനൽ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ അദാനി പോർട്സ് കരാർ ലംഘനം നടത്തിയ സന്ദർഭത്തിലെല്ലാം MD എന്നുള്ള നിലയ്ക്ക് ശക്തമായ നടപടി സ്വീകരിച്ചു. 15 കോടിയുടെ പിഴ ചുമത്തി. സ്വാഭാവികമായിട്ടും കമ്പനിയെ സംബന്ധിക്കുന്നിടത്തോളം ഉഡായിപ്പ് വേലകൾ MD ആയി ദിവ്യ ഇരിക്കുന്നിടത്തോളം കാലം നടത്താൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെയാണ് അദാനി ചാർട്ടേഡ് ഫ്ലൈറ്റ് അയച്ച് മേനോനെ മംഗലാപുരത്ത് വരുത്തിച്ച് ഒരു ഡീൽ ഉറപ്പിച്ചത്. ആ ഡീൽ ഉറപ്പിച്ചതാണ് അധികാരത്തിലെത്തിയ ഉടനെ പോർട്ടിന്റെ ചുമതല ഏറ്റെടുക്കുകയും പിന്നാലെ ദിവ്യ എസ് അയ്യറെ തെറിപ്പിച്ചത് എന്നതിന് തെളിവാണ് ഈ വാർത്ത. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. വിഴിഞ്ഞം തുറമുഖത്ത് കരാർ ലംഘിച്ച് അദാനി പോർട്ട്. കരാർ വ്യവസ്ഥാ ലംഘനത്തിന് അദാനി പോർട്ടിന് വിഴിഞ്ഞം തുറമുഖ കമ്പനി 15 കോടി രൂപ പിഴ ചുമത്തി. 8 തവണയാണ് കരാർ വ്യവസ്ഥാ ലംഘനത്തിന് നോട്ടീസ് നൽകിയത്. ദിവ്യ എസ് അയ്യർ MD ആയിരിക്കെയാണ് അദാനി പോർട്ടിന് പിഴ ചുമത്തിയിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമല്ലെന്ന് കണ്ടെത്തിയതും ദിവ്യ എസ് അയ്യരാണ്. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നൽകാത്തതിനും സർക്കാർ അനുവദിച്ച പണം ചെലവഴിച്ചതിന്റെ കണക്കുകൾ നൽകാത്തതിനുമാണ് പിഴ ചുമത്തിയത്. പ്രത്യേക ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മറ്റ് അക്കൗണ്ടിലേക്ക് പണം മാറ്റിയും വ്യവസ്ഥ ലംഘിച്ചെന്നും കണ്ടെത്തിയിരുന്നു. SV നേരത്തെ തന്നെ ഈ കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ദിവ്യ എസ് അയ്യരോട് പകപോക്കലാണ് മേനോൻ മുഖ്യമന്ത്രിക്കുള്ളതെന്ന്. അതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് മന്ത്രിമാരുടെ ഒരു വകുപ്പുകളുടെ ചുമതലയും കൊടുക്കാതെ നേരെ ലീഗ് നേതാക്കന്മാരുടെ വകുപ്പിലേക്ക് നാട് കടത്തിയത്. ഒരു കോൺഗ്രസ് നേതാവായിട്ടുള്ള സതീശന്റെ രാഷ്ട്രീയ ഗുരു കൂടിയായിട്ടുള്ള G കാർത്തികേയന്റെ മരുമകളാണ്. പോരാത്തതിന് കോൺഗ്രസ് നേതാവായിട്ടുള്ള ശബരിനാഥന്റെ ഭാര്യ കൂടിയാണ് ദിവ്യ എസ് അയ്യർ. അങ്ങനെ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരു IAS ഉദ്യോഗസ്ഥയെ എന്തുകൊണ്ട് ലീഗിന്റെ വകുപ്പിലേക്ക് നാട് കടത്തി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ ഒരു വകുപ്പിലും അവരുടെ സേവനം വേണ്ട എന്ന് ഇവർ തീരുമാനിച്ചു. എന്തുകൊണ്ടായിരിക്കും? മേനോന്റെ കടുത്ത അസംതൃപ്തിക്ക് പിന്നിൽ അദാനിയുടെ അസംതൃപ്തിയാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അദാനി ഗ്രൂപ്പ്സിന് 15 കോടി രൂപ കരാർ ലംഘനത്തിന്റെ പേരിൽ അവർ പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിൽ എത്ര ശക്തമായിട്ടാണ് ആ വകുപ്പിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് ദിവ്യ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരുന്നത്. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ല എന്നതിന്റെ തെളിവാണ്. വളരെ സരസമായി ചിരിച്ചുകൊണ്ട് മനോഹരമായി വർത്തമാനം പറയാറുള്ള ദിവ്യ പക്ഷേ പ്രൊഫഷണൽ കാര്യത്തിൽ 1 ഇഞ്ച് വിട്ടുവീഴ്ച ഇല്ലാതെയും കാര്യങ്ങൾ നിയമപരമായും ചട്ടപ്രകാരം മാത്രമേ പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നുള്ളൂ. അതിൽ വീഴ്ച വരുത്തിയാൽ കടുത്ത നടപടികൾ സ്വീകരിച്ചിരുന്നു. കരാർ ലംഘനത്തിന് നോട്ടീസ് ഉൾപ്പെടെ 15 തവണ നൽകി എന്നുള്ളത് ചില്ലറ കാര്യമല്ല. നൽകിയത് അദാനിയുടെ പോർട്സിനാണ്. അങ്ങനെയുള്ള ധൈര്യം കാട്ടിയ ഒരു IAS ഉദ്യോഗസ്ഥയെ ആ പദവിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? നമ്മുടെ കാര്യങ്ങൾ നടക്കൂ? നീക്കുപോക്കുകളെല്ലാം മുടങ്ങില്ലേ? അതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് മന്ത്രിമാരുടെ വകുപ്പുകളിൽ പോലും ദിവ്യ വേണ്ട, നേരെ ലീഗിന്റെ വകുപ്പുകളിലേക്ക് നാട് കടത്തിയേരെ ആ IAS കാരി എന്ന രീതിയിൽ മേനോൻ തമ്പ്രാൻ നിലപാടെടുക്കാനുള്ള കാര്യം എന്താണെന്ന് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ശരിയായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥർക്കും കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരുടെയും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതലകൾ നൽകാത്തതിന് പിന്നിലെ താല്പര്യം എന്താണെന്ന് നാട്ടുകാർക്ക് കൂടി ആലോചിക്കാവുന്നതാണ്. ശരിയായ രീതിയിൽ അദാനിയെ പോലെ ഒരു വലിയ കോർപ്പറേറ്റിനെതിരെ 15 കോടി രൂപയുടെ പിഴ ചുമത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തെറിച്ചിട്ടില്ല, ചലിച്ചിട്ടില്ല. ആ കസേരയിൽ ഇരുന്നു കൊണ്ട് സ്വതന്ത്രമായും ശക്തമായിട്ടും കരാർ ലംഘനത്തിനെതിരെ അദാനിക്കെതിരെ നടപടിയെടുക്കാനും ദിവ്യയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. കാര്യം എന്താണ്? അതിൽ ദുരൂഹമായ ഒരു ഇടപെടലും ഉണ്ടായില്ല. സർക്കാരും അദാനിയും തമ്മിൽ മറ്റ് കച്ചവട താല്പര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ദിവ്യയ്ക്ക് അങ്ങനെ ഇടപെടാൻ കഴിഞ്ഞു. പക്ഷേ ഇനി അത് കഴിയില്ല. അതിനുവേണ്ടിയാണ് രത്തൻ കേൽക്കറെ സ്വന്തം ഓഫീസിൽ ഇരുത്തിക്കൊണ്ട് പോർട്ടിന്റെ ചുമതല കൂടി മേനോൻ നൽകി എന്ന് ഈ നാട്ടിലുള്ള ജനങ്ങൾ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. അതിന്റെ പിന്നിൽ ചില കച്ചവട താല്പര്യമുണ്ടെന്ന് കൃത്യമായി ഈ ഒരു വാർത്ത വെളിവാക്കുന്നുണ്ട്.